കായിക പരിശീലകർക്ക് നൽകുന്ന ദേശീയ അവാർഡ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അറിയില്ല. അർജുന അവാർഡ് എന്നാണ് എൻ്റെ ഒരു അറിവ്. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് തോട്ടയ്ക്കാട് പാലം ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് ആണ്. ഹൗസ് റൂഫ് വർക്കുകളും വെയർഹൗസ് വർക്കുകളും ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന സ്ഥാപനം നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കരവാരം ഗ്രാമപഞ്ചായത്തിലെ തോട്ടയ്ക്കാട്, ഈ പ്രദേശത്തിന് പറയുന്ന പേര് പറക്കുളം അല്ലേ? ഇവിടെ എന്തൊക്കെയാണ് പ്രത്യേകതകളുള്ളത്? പ്രത്യേകതകൾ വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. പണ്ട് ഈ സ്ഥലങ്ങളെല്ലാം കൃഷിക്ക് പേരുകേട്ട ഒരു സ്ഥലം തന്നെ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മാലയോഗം എന്ന് പറഞ്ഞൊരു സിനിമ എടുത്തിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മാലയോഗം സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. ഇവിടെ ഈ മുകേഷും ജയറാമും ഒക്കെ പാലം ഇവിടെ ഉണ്ടല്ലോ. ആ പാലം കുറച്ച് കാണുന്ന പാലമാണല്ലേ? MIT ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചേക്കാണല്ലേ? ഇത് നമ്മളെ കേരളത്തിൽ അധികം ആരെയും ഇപ്പൊ കാണാനില്ല. ഇതങ്ങനെ റോഡിലോട്ടൊന്നും കൊണ്ടുപോയി ഇങ്ങനെ പുല്ലിറക്കാനോ മറ്റേനും വേണ്ടി മാത്രം. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ കൈവശം തോട്ടയ്ക്കാട് പാലം ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കായിക പരിശീലകർക്ക് നൽകുന്ന ദേശീയ അവാർഡ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അർജുന അവാർഡാണ്. അർജുന അവാർഡ് എന്നാണ് എൻ്റെ ഒരു അറിവ്. അർജുന അവാർഡ് മാമ എന്തായാലും പറയാം. എനിക്ക് അറിഞ്ഞൂടല്ലേ? കായിക പരിശീലകർക്ക് നൽകുന്ന അവാർഡ് അർജുന അവാർഡ് എന്നല്ല, മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത്. എന്തായാലും മറ്റാരെങ്കിലും പറയുന്നത് നോക്കാം. ഞങ്ങളുടെ കൈവശം സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കായിക പരിശീലകർക്കുള്ള ദേശീയ അവാർഡ് അറിയപ്പെടുന്നത് ഏത് പേരിൽ? അറിയില്ല. അണ്ണം പറയും. അണ്ണമത്തി നോക്കണ്ട, അണ്ണ ഇങ്ങനെ നാണിച്ചിരിക്കാതല്ലേ പെണ്ണ് കാണാൻ വരുമ്പോൾ അറിയില്ല. തോട്ടയ്ക്കാട് പാലം ജംഗ്ഷൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കായിക പരിശീലകർക്ക് നൽകുന്ന ദേശീയ അവാർഡ് അറിയപ്പെടുന്നത് ഏത് പേരിൽ? ദ്രോണാചാര്യ. ഇവിടെ ആർക്കെങ്കിലും ഭിന്നാഭിപ്രായം ഉണ്ടെങ്കിലാ? ഏതാണ്? അറിയത്തില്ല. അർജുന അവാർഡല്ലോ ആണോ? അറിയില്ല. എല്ലാവർക്കും സമ്മാനങ്ങൾ കൊടുക്കുകയാണല്ലേ? അപ്പൊ നമ്മളെ സമ്മാനം നേടാനുള്ള അവസരമാണ് കെട്ടിയിരിക്കുന്നത്. അറിയില്ല. ഓക്കെ. നിങ്ങൾക്ക് ഇല്ല. അപ്പൊ അതിന്റെ ശരി ഉത്തരം എന്താണ്? കായിക പരിശീലകർക്ക് നൽകുന്ന അവാർഡ് ദ്രോണാചാര്യ. ഉറച്ചിരിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറയില്ല. ഇല്ലല്ലേ? എന്നാൽ ദ്രോണാചാര്യ തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഒന്ന് പ്രൊഫൈൽ ഒന്ന് പരിചയപ്പെടുത്തിയാണ്. എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. അതുപോലെ തന്നെ ബാങ്കിന്റെ പ്രസിഡന്റാണ്. ഒന്നിക്ക മുന്നേറാം സമൂഹ നന്മയ്ക്കായി കരവാരം വെൽഫെയർ സഹകരണ സംഘം അല്ലേ? അതിന്റെ പ്രസിഡന്റാണ്. ഓക്കെ. മാമനെ കൊണ്ടം കൊടുപ്പിക്കല്ലേ? പ്രായത്തെ ബഹുമാനിക്കണമല്ലോ. സൈബീരിയ എഞ്ചിനീയറിംഗ് വർക്ക്സ് നൽകുന്ന സമ്മാനം കരവാരം വെൽഫെയർ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് ദിലീപ് അണ്ണന് കൈമാറുകയാണ്. പ്രായത്തിൽ മുതിർന്നതെന്ന് തോന്നിയ അവന്റെ പേരെന്താണ്? ഉദയകുമാർ എന്നാണ് കൈമാറുന്നത്. ഓക്കെ. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ നൗഫലിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.